പാലക്കാട് പട്ടാപ്പകൽ വയോധികയുടെ മാല കവർന്നു. ഒറ്റപ്പാലം പാലപ്പുറം അഴീക്കലപ്പറമ്പിലാണ് മോഷണം നടന്നത്. വെള്ളിപ്പുലാക്കൽ രാധയുടെ മാലയാണ് കവർന്നത്. ഞാനിത് വരുമായിരുന്നു. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ തോർത്തുകൊണ്ട് തലയിലിട്ടിട്ട് ഇങ്ങനെ വന്നു. ഞാൻ ആരും കണ്ടില്ല. വന്ന് ഇവിടെ ഇങ്ങനെ എത്തിയപ്പോഴേക്ക് അയാള് ഒരാളിങ്ങോട്ട് തലയിൽ കൂടെ കൊണ്ടിട്ടിട്ട ഇതിട്ടിട്ടാ വന്ന് റെയിൻ കോട്ട് ഇട്ടിട്ട്. അപ്പം ഇങ്ങനെ വലിച്ചിട്ടാണ് ഓടി. ഞാനങ്ങനെ വീഴാൻ പോയി. എത്ര പവന്റെ മാലയെ പോയി? 1.5 പവൻ, 12 ഗ്രാം. ശ്രീ ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഈ പഴയ ലക്കിടിയിൽ ഒരു അംഗൻവാടി ടീച്ചറുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചെന്ന വാർത്ത അല്പസം മുൻപ് വന്നതാണ്. ഇതിപ്പോൾ പാലക്കാട് തന്നെ മറ്റൊരിടത്താണ്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത ഇടങ്ങൾ തന്നെയാണോ, അടുത്തടുത്ത ഇടങ്ങൾ തന്നെയാണോ? ഈ മോഷണവുമായി മറ്റേതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? വ്യത്യസ്ത ഇടങ്ങൾ തന്നെയാണ്, പക്ഷേ കിലോമീറ്ററുകൾ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഈ ഒരു മാല മോഷണം നടന്നിട്ടുള്ളത്. 1.25 പവന്റെ മാലയാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത്. ഈ പഴയലക്കടി അംഗനവാടിയിൽ നിന്നും അതുപോലെ തന്നെ ഈ പ്രദേശത്തേക്ക് ഒരു 3-4 കിലോമീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്റർ മാത്രമേ ദൂരം നിലവിലുള്ളൂ. എന്തായാലും റെയിൻകോട്ട് ധരിച്ചെത്തിയ ആളാണ് ഇത്തരത്തിൽ മാല മോഷ്ടിച്ചതെന്നാണ് പറയുന്നത്. നേരത്തെ അംഗൻവാടിയിൽ കൃഷ്ണകുമാരി എന്ന ടീച്ചറുടെ മാല മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയ ആൾ ഒരു പാന്റും പച്ച ഷർട്ടും ഇട്ട് നടന്നു പോകുന്ന ദൃശ്യങ്ങൾ പിന്നീട് CCTV അടക്കം പോലീസിന് ലഭിച്ചു. എന്തായാലും ഇത് രണ്ടും തമ്മിൽ സാമ്യമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. അത് 1:30-ക്ക് നടന്നത് 2:45-ന് നടന്നു എന്നാണ് പറയുന്നത്. ഈ പ്രതി ആ പ്രദേശത്തേക്ക് എത്തുമോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ മാല കൊണ്ട് പോയ പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ CCTV ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. നടന്നു വരികയായിരുന്നു, അതായത് ബൈക്കിലൊന്നുമല്ല ഈ പ്രതി വന്നിട്ടുള്ളത്, മോഷ്ടാവ് വന്നിട്ടുള്ളത്, നടന്നു പോവുകയായിരുന്നു. പൊടുന്നനെ തന്നെ മാല പൊട്ടിച്ച് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ഇനി തൊട്ടപ്പുറത്ത് ഏതെങ്കിലും വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രജിൻ. ശരി, ശ്രീ ശ്രീകുമാറിനാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.